എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പോക്സി ചെയ്യാൻ വേണ്ടി വന്നാണ്. ഫ്ലോറുണ്ട്, 4 ഫില്ലറും ഉണ്ട്. ആ ഫ്ലോറ് അതിന് മുന്നോടിയായിട്ട് ഒന്ന് അണ്ടർ ഫില്ല് ചെയ്യാൻ. അപ്പോൾ ചില ആളുകളൊക്കെ പോയിന്റ് പൗഡർ ഉപയോഗിക്കും, ചിലർ ഗം ഉപയോഗിക്കും. ഞാൻ പിന്നെ സിമെൻറ്റ് കൊണ്ട് തന്നെയാണ് ഫില്ല് ചെയ്തത്. അപ്പോൾ ഫില്ലറിൻ്റെ കോർണറും ആ ഫ്ലോറിന് വേണ്ടിയിട്ട് ബ്ലാക്ക് അപ്പോക്സി ആദ്യം മിക്സ് ചെയ്യണം. ഫില്ലറിൻ്റെ കോർണർ വരുമ്പോൾ അതിൻ്റെ 45 അടിച്ച സ്ഥലമല്ലേ, അവിടെ ആ ഗ്യാപ്പ് ബ്ലാക്ക് ചെയ്യും ആദ്യം. ബ്ലാക്ക് ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങിയിട്ടാണ് പിന്നെ വൈറ്റ് കയറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതല്ല കേട്ടോ, പിന്നെ എടുത്തൊരു ഇത് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എടുത്തെന്നുള്ളൂ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതല്ല. ഇത് ഈ ഫില്ലർമലാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ കോർണറൊക്കെ അപ്പോക്സി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്താണ്. ഇതിൽ ഇനി വൈറ്റ് ചെയ്യണം, വൈറ്റ് മിക്സ് ആക്കാൻ, വൈറ്റ് അപ്പോക്സി. ഇതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കുന്നതും വീഡിയോ എടുക്കണമൊക്കെ ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൽ വൈറ്റ് തേച്ചിട്ട് ഒന്ന് റഫായിട്ടൊന്ന് തുടയ്ക്കും, പിന്നെയാണ് ഫിനിഷിങ് ആക്കുക. അപ്പോൾ ഒന്ന് തേച്ചാണ്ട് റഫായിട്ട് തുടച്ചിട്ടതാണ്. ഇതാണ് ഫിനിഷിങ് ആക്കിയത്. കണ്ടില്ലേ, ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പുതിയ ചാനലായതുകൊണ്ട് തുടക്കത്തിൽ വീഡിയോയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഫില്ലറിൻ്റെ വർക്ക് ഉണ്ടല്ലോ, ഫില്ലർ വൈറ്റ് അടിച്ച് ഫൈനൽ ലുക്ക് ഇങ്ങനെ അവിടെ